PMCയിൽ പ്രതികരണത്തിന് കാത്തുനിന്നവർക്ക് മുഖ്യമന്ത്രി നൽകിയത് ഞെട്ടിക്കുന്ന പ്രഖ്യാപനങ്ങളായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനത്തിന്റെ പെരുമഴ. ഒരു മിനി ബഡ്ജറ്റ് തന്നെ അവതരിപ്പിച്ചു മുഖ്യമന്ത്രി. അതും ക്ഷേമ പെൻഷൻ 2000 രൂപയായി ഉയർത്തിയ ആദ്യ തീരുമാനം അക്ഷരാർത്ഥത്തിൽ അവിടെ വാർത്ത കവർ ചെയ്യാൻ പോകുന്ന മാധ്യമ പ്രവർത്തകരെ അടക്കം ഞെട്ടിച്ചു കളഞ്ഞു. PMC പദ്ധതിയുടെ കാര്യം വിശദീകരിക്കാൻ എന്നാണ് എല്ലാവരും കരുതിയത്. ആദ്യത്തെ പ്രഖ്യാപനം വരുന്നു. ഇതാ സാമൂഹ്യക്ഷേമ പെൻഷൻ 2000 രൂപയായി. 400 രൂപയുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. 1400 കോടി രൂപ ഒരു മാസം ബാധ്യതയുണ്ടാകും. രണ്ടാമത്തെ പ്രഖ്യാപനം വന്നു. ആശമാരുടെ ഓണറേറിയം കൂട്ടിയിരിക്കുന്നു 1000 രൂപ എന്നുള്ളതാണ്. 7000 രൂപ മാത്രമുണ്ടായിരുന്ന ആശമാരുടെ ഓണറേറിയം ഇനി മുതൽ 8000 രൂപയായി കൂടുന്നു എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനമായി കേരളം മാറുന്നു ആശമാരുടെ കാര്യത്തിൽ. അങ്ങനെ ആശമാരുടെ സമരത്തിന്റെ പര്യവസാനം എന്ന മട്ടിൽ 1000 രൂപ കൂടെ കൂട്ടുന്നു എന്നുള്ളതാണ്. പക്ഷേ സമരം തുടരും എന്നാണ് ആശാവർക്കർമാർ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാന വാർത്ത കേട്ട് അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ സ്ത്രീകളെല്ലാവരും സന്തോഷം കൊണ്ട് ഞെട്ടി. സ്ത്രീ സുരക്ഷാ പെൻഷനായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം. എന്താണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ? 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള മഞ്ഞ കാർഡും പിങ്ക് കാർഡും വാങ്ങുന്ന സ്ത്രീകൾക്ക്, മറ്റൊരു പദ്ധതികളിലും ഏർപ്പെടാത്തവർക്ക്, ഒരു വരുമാനവുമില്ലാത്ത സ്ത്രീകൾക്ക് 1000 രൂപ വീതം പ്രതിമാസം നൽകുന്നു എന്നുള്ള പ്രഖ്യാപനം ഇന്ന് മുഖ്യമന്ത്രി നടത്തി. അത്തരത്തിൽ സമ്പൂർണ്ണ സ്ത്രീ സുരക്ഷാ പെൻഷൻ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറി. കണക്ട് സ്കോളർഷിപ്പിൽ പ്രതിമാസം 1000 രൂപ വീതം യുവാക്കൾക്ക് കൊടുക്കും എന്നുള്ളതായിരുന്നു പ്രഖ്യാപനം. ഇതെന്തിനാണ്? ITയും പോളിടെക്നിക്കും എല്ലാം വിദ്യാഭ്യാസം കഴിഞ്ഞ് നൈപുണ്യ വികസനത്തിനും മറ്റു മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന യുവാക്കൾക്കും യുവതികൾക്കും 1000 രൂപ വീതം 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാർക്ക് 1000 രൂപ വീതം കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു മറ്റൊരു വലിയ പ്രഖ്യാപനം. അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും 1000 രൂപ വർദ്ധിപ്പിച്ചതും ഇന്നത്തെ വാർത്താപ്പകൽ കണ്ട ഞെട്ടിക്കുന്ന പ്രഖ്യാപനമായി. പാചക തൊഴിലാളികൾക്ക് ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. 1100 രൂപയുടെ വർധനയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കുടുംബശ്രീ ADS പ്രവർത്തക ഗ്രാന്റ് പ്രതിമാസം 1000 രൂപ വീതം വർദ്ധിപ്പിച്ചു. പ്രതി വർഷം 23 കോടി രൂപയുടെ ചെലവ് സംസ്ഥാന സർക്കാരിനുണ്ടാക്കുന്നു. പ്രീ പ്രൈമറി ടീച്ചർമാർക്കും ആയമാർക്കും 1000 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള മറ്റൊരു പ്രഖ്യാപനവും ഇന്ന് മുഖ്യമന്ത്രി നടത്തി. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രഖ്യാപനം റബ്ബറിന്റെ താങ്ങുവില 200 രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്നുള്ളതായിരുന്നു. അത് കേരള കോൺഗ്രസിന്റെ നേതാക്കളുടെ ഒരു സമ്മർദ്ദത്തിന്റെ ഫലം എന്ന് കൂടി പറയാം. മറ്റൊരു പ്രഖ്യാപനം കൂടി വന്നു. നെല്ലിന്റെ സംഭരണം നിലവിലുള്ളതിനേക്കാൾ 4 രൂപ വർദ്ധിപ്പിച്ച് 30 രൂപയാക്കി വർദ്ധിപ്പിച്ചു. അത് കർഷകരെ സംബന്ധിച്ച് അവരുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാക്കുന്ന ഒരു തീരുമാനം കൂടി ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. നെല്ലിന്റെ സംഭരണ വില 30 രൂപയാക്കി. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി കുടിശ്ശിക തീർക്കുമെന്നും പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് 40.35 കോടി രൂപ നൽകുമെന്നും ഇന്ന് പ്രഖ്യാപനമുണ്ടായി. മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിന് 25 കോടി രൂപ അനുവദിച്ചുവെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. സർക്കാർ ജീവനക്കാർക്കും ആശ്വസിക്കാൻ വകയുണ്ട്. ജീവനക്കാർക്ക് 1 ഗഡു DR കൂടി 4% കൂടി കൂട്ടിയത് നവംബർ മാസത്തിലെ ശമ്പളത്തോടൊപ്പം ലയിപ്പിക്കും. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 3-4 ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം തന്നെ നൽകും എന്ന പ്രഖ്യാപനവും മുഖ്യമന്ത്രി നടത്തി.